കാരണം ലോകത്തും മദ്യത്തിനെതിരെ ഏറ്റവും വലിയ സന്ധിയില്ലാ സമരം നടത്തിയ ഒരു പ്രസ്ഥാനം ഇസ്ലാമാണ്. ഇസ്ലാമും മുസ്ലിങ്ങളും മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇതിനെ ആരെതിർക്കും? അതുകൊണ്ട് നിങ്ങളുടെ പ്രവാചകനാണ് ഇതിനെ തടയിടാൻ ആദ്യമായി മുന്നോട്ട് വന്നതെന്ന് അറിയുമോ ഉപ്പാ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഘട്ടം ഘട്ടമായി മദ്യം നിരോധിച്ചു. എന്റെ സരസിലിരിക്കുന്നവരാരെങ്കിലും, നിങ്ങളുമായി ബന്ധപ്പെടുന്നവരാരെങ്കിലും മദ്യമറിയാതെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിനോട് വിട പറയാനുള്ള അവസാനത്തെ അവസരമാണെന്ന് ഓർമ്മിപ്പിക്കാനാ ഞാനിത് പറഞ്ഞു വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ കാലഘട്ടത്തിൽ മദ്യം അനുവദിച്ചിരുന്നു. ആ മദ്യം പിന്നീട് നമസ്കാരത്തിൽ നിഷിദ്ധമാക്കി. നിസ്കാരം കഴിയുമ്പോ കുടിക്കാൻ അനുവദിച്ചു. അങ്ങനെ പിന്നീടും പ്രശ്നമായപ്പോ ഒരു തവണ ഹബീബിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ അമരക്കാരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറയാണ്, നബിയേ, ഇതൊന്ന് പരിപൂർണമായി നിരോധിക്കാൻ അല്ലാഹുവിനോട് പറയുമോ? പറഞ്ഞു തീരേണ്ട താമസം ആകാശലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി നസ്റുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഓതി കേൾപ്പിക്കുകയാണ്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. നിങ്ങളെ മദ്യപിക്കുന്നുവോ അത് പിശാചിന്റെ പ്രവൃത്തിയാ. പിശാചാവട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ ശത്രുതയിട്ട് തരാനുള്ള പരിശ്രമത്തിയുമാണ്. എന്നിട്ട് അതിന്റെ പര്യവസാനമായ അല്ലാഹു ചോദിക്കുകയാണ്, ഫഹൽ അൻതും മുൻതഹൂൻ. മദീന പള്ളിയിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ മാറി അവാലി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിന്റെ നടുവിൽ ഇന്നൊരു ഈത്തപ്പനത്തോട്ടത്തിന്റെ നടുവ് വെള്ള മണൽ വിരിച്ചിട്ടൊരു സ്ഥലം ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് സൗദി ഗവൺമെന്റ്. പലതവണ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? അവിടെ ഒരു ബിവറേജ് കോർപ്പറേഷൻ ഉണ്ടായിരുന്നു, ഒരു മദ്യവിൽപ്പനശാല ഉണ്ടായിരുന്നു. മദീനത്തെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ സഹാബാക്കള് നേരെ പോകുന്നത് ആ മദ്യശാലയിലേക്കാ. അവിടെ പോയിരുന്ന് സെറ പറഞ്ഞ് കണ്ണുപിടിക്കല. അങ്ങനെ ഒരു പ്രാവശ്യം സഹാബത്ത് പോയിരുന്നു മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോ ഹബീബായ തങ്ങള് കടന്നു വരികയാണ്. അല്ലാഹു അവതരിപ്പിച്ച ആയത്തുമായി കടന്നു വന്നിട്ട് മദ്യപിച്ചു കൊണ്ടിരുന്ന സഹാബത്തിനോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചു, ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾ മാറാൻ തയ്യാറുണ്ടോ? ഒഴിവാക്കാൻ മനസ്സുണ്ടോ? മാറ്റിവെക്കാൻ സമ്മതമാണോ? അവരെ ചാടി എഴുന്നേറ്റ് ഹബീബിന്റെ കൈ പിടിച്ചിട്ട് അവര് പറയാണ്, ഇൻതഹൈനാ യാ റസൂലല്ലാഹ്. നബിയെ നിർത്തി, ഇനി ഞങ്ങൾ കുടിക്കൂല നബിയെ, ഇനി ചെത്തൂല നബിയെ, ഇനി ഞങ്ങൾ ഉപയോഗിക്കൂല നബിയെ, ഇനി ഞങ്ങൾ ഒരിക്കലും മദ്യം ഉപയോഗിക്കുകയില്ല എന്ന് പറഞ്ഞ് ശപഥം ചെയ്തിട്ട് അന്നു മുതൽ ഈ നിമിഷം വരെ ഹബീബിന്റെ മദീനത്തേക്ക് മദ്യം കടന്നു വന്നിട്ടില്ല. എത്രയോ നാടുകളിൽ നിന്ന് സുലഭമാ. സൗദി അറേബ്യയുടെ മക്കയും മദീനയുമല്ലാത്ത പ്രദേശങ്ങളിൽ പോലും രഹസ്യമായി വാറ്റുചാരാളം പോലെയുള്ള സാധനങ്ങൾ വിൽക്കപ്പെടുന്നുണ്ടെന്ന ഈ അടുത്തും പിടിക്കപ്പെട്ടില്ലേ മാനിൽ വെച്ച് കുറച്ചാളുകള്. അവരും ഈ സമുദായത്തിന്റെ മക്കളാ. ആരോട് വെല്ലുവിളിക്കാനാ മോര്? ആരോട് പക തീർക്കാനാ? ആരോട് വിദ്വേഷം കാണിക്കാനാ? പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ പച്ചയായി പിച്ചു ചിന്തുമ്പോ റമളാനിൽ പോലും മദ്യത്തിന്റെ ചൂടനുഭവിക്കാതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ വരുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മാരകമായ അല്ലാഹുവിന്റെ ശിക്ഷകൾക്ക് നീ വിധേയമാക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് വ്യാപകമായ മദ്യ ഉപയോഗം കണ്ട മദ്യമില്ലാത്ത കല്യാണ സരസേതാ, മദ്യമില്ലാത്ത കല്യാണ വിരുന്നേതാ. പ്രിയപ്പെട്ടവരെ, സങ്കടത്തോടെ പറയാ,
ഈ അടുത്ത് വളരെ വിഷമത്തോടെ കേട്ട വാർത്തയാ, മരണ വീട്ടിലെ 3-ാം ഫാത്തിഹ നടത്തിയപ്പോ ആ പരിപാടിക്ക് പോലും രഹസ്യമായ കല്ല് വിളമ്പി എന്ന് പറയുന്നത് എത്ര സങ്കടമാണ് പോലെ. അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? ആരോഗ്യം ആര് തന്നതാ? ഇസ്സത്ത് ആര് തന്നതാ? മസ്തിഷ്കത്തിന്റെ ആരോഗ്യം ആര് തന്നതാ? ചിന്തിക്കാനുള്ള ശേഷി ആര് തന്നതാ? കല്ല് കുടിച്ച് കൂത്താടിയിട്ട് സ്വയം ഭ്രാന്തനായി പോകാൻ ശ്രമിക്കുകയാണോ? അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സഹോദരങ്ങള്, മദ്യത്തിനെതിരെ ആഞ്ഞടിക്കാതെ ഈ സമൂഹത്തിന് രക്ഷയില്ല. അഭിനവകാല ഇന്ത്യ രാജ്യത്തെ ആനുകാലിക സംഭവത്തിന്റെ മുമ്പ് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഭയപ്പെടുകയല്ല വേണ്ടത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ മൃഗീയ ഭൂരിപക്ഷം നേടി പാർലമെന്റ് പിടിച്ചെടുക്കുമ്പോ കൃത്രിമത്വത്തോടെ ഈ രാജ്യത്തിന്റെ സംസ്ഥാന ഭരണം പോലും പിടിച്ചെടുത്തിട്ട് ഈ രാജ്യത്ത് മുസ്ലിങ്ങളൊക്കെ നാടുവിട്ടു എന്ന് പറയുന്നവർക്ക് കസേര ഒരുക്കി വെക്കുന്ന സാഹചര്യമുള്ളപ്പോ ഞാനും നിങ്ങളും ഭയപ്പെടുകയാണ്, പേടിക്കുകയാണ്. ഈ രാജ്യത്തെ ഈ കേരള സംസ്ഥാനത്തിലെ മുസ്ലിങ്ങൾ പേടിച്ച് വിറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആന്റെ വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ലാ തഖാഫൂ വലാ തഹ്സനൂ. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. കാരണം ഒരുപാട് നമ്രൂദ്മാരെ കണ്ട പാരമ്പര്യമാണ് ഇസ്ലാമിനുള്ളത്, ഒരുപാട് ഫറോവമാരെ കണ്ട പാരമ്പര്യമാണ് ഇസ്ലാമിനുള്ളത്, ഒരുപാട് അബൂജഹലുമാര്, ഒരുപാട് അബൂലഹബുമാര്, ഒരുപാട് ഉത്തുബത്തുമാര്, ശൈബത്തുമാര് കണ്ടു വളർന്നു വന്ന പടവൃക്ഷമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് പൊന്നുമോനെ, നീ പരിശുദ്ധരായിട്ടല്ലാതെ, നീ പരിശുദ്ധരാകലല്ലാതെ അതിൽ നിന്നൊരു മോചനമേ ഇല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, നിനക്ക് അള്ളാഹുവിനോട്, അവന്റെ നിയമങ്ങളോട്, പടച്ചവന്റെ കൽപ്പനകളോട് ഒരു താല്പര്യമില്ലാതെ വരുമ്പോ അക്രമകാരികളായ അധികാരികളെ നിങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്താൻ അള്ളാഹു അധികാരപ്പെടുത്തുന്നതാണ്. അതാണെന്ന് കണ്ടുകൊണ്ടിരുന്നത്.